എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. എല്ലാ സുഹൃത്തുക്കൾക്കും വിഷു ആശംസകൾ നേരുന്നു. ഒപ്പം ഈ വീഡിയോ ഇന്നത്തെ മനോരമ പത്രത്തിലെ ഒരു ന്യൂസിനെ ആധാരമാക്കിയാണ്. അതായത് മാതാപിതാക്കൾ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ മയക്കുമരുന്നിനു വേണ്ടി ഗവൺമെൻറ് പെടാപ്പാടുപെടുകയാണ്. അതിനെത്ര കണ്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചുവെന്ന് നമുക്കറിയാം. കേസിൻ്റെ എണ്ണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതിൻ്റെ മാർക്കറ്റിംഗ് മറ്റൊരു സൈഡ് നടക്കുകയാണ്. ഗവൺമെൻറ്റിനെ ആശ്വസിക്കാം അവരെന്തൊക്കെയോ ചെയ്യുന്നതായി പത്രക്കാർക്ക് പരസ്യവും കിട്ടുന്നു. പോട്ടെ, ഞാൻ പ്രധാനമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് വളരെ സീരിയസായി എടുക്കേണ്ട ഒരു കാര്യം, ഏത് ഉദ്യോഗാർത്ഥികൾ ഗവൺമെൻറ്റിൽ നിയമിക്കപ്പെട്ടാലും ആദ്യം വേണ്ടത് അവരുടെ മാതാപിതാക്കളുടെ വെയറബിൾസ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ടാക്കിയിരിക്കണം. മാതാപിതാക്കൾ സുരക്ഷിതരാണോ എന്നുള്ള വ്യക്തമായൊരു വിവരം എല്ലാവരും എല്ലാ തരങ്ങൾ, അത് പ്രൈവറ്റ് സെക്ടറായിരുന്നാലും ഗവൺമെൻറ് സെക്ടറിലായിരുന്നാലും ഇങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാൽ ഇവരെ മാതാപിതാക്കളെ തെരുവിലേക്ക് വലിച്ചെറിയിക്കില്ല. ഏതാണ്ട് 30,000-ത്തിലധികം അന്തേവാസികളാണ് കേരളത്തിൽ പല വൃദ്ധസദനങ്ങളിലും ആതുര കേന്ദ്രങ്ങളിലൊക്കെ ആശ്വാസ കേന്ദ്രങ്ങളിലൊക്കെ കഴിയുന്നത്. ഇതിൽ കുറച്ചുപേർ ഹോസ്പിറ്റലുകളിൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞെങ്കിലും അവരെ ഏറ്റെടുക്കാൻ വരാത്ത മക്കളും. ഇവർ ശരിക്കു പറഞ്ഞാൽ ഇവർ കുലദ്രോഹികളാണ്, സാമൂഹ്യദ്രോഹികളാണ്. ഈ കുട്ടികളെ പാടത്തിലും പറമ്പിലും കഷ്ടപ്പെട്ട് പണി ചെയ്ത് പഠിപ്പിച്ച് നല്ലൊരു വെൽ ഡ്രസ് ചെയ്ത് ജോലിക്ക് പോണ സമയം എത്തുമ്പോൾ ഇവരിൽ പലരും സ്വന്തം മാതാപിതാക്കളെ ഇവർ തെരുവിൽ വലിച്ചെറിയുകയാണ്. മാതാപിതാക്കളുടെ ആ വിയർപ്പിൻ്റെ ഗന്ധം ഇവർക്കിഷ്ടമല്ല. മറിച്ച് ആ ഗന്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഇവനൊക്കെ കേവലം 100 രൂപ കൊടുക്കുന്ന ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പെർഫ്യൂം റോൾ വെച്ച് ഉരുട്ടി അവൻ്റെ ശരീരത്തിൽ ഉരുട്ടിയാൽ അതിന് സ്മെല്ല് കിട്ടും. ഇത് ആൺകുട്ടികൾ മാത്രമല്ല, ഇതുപോലുണ്ട് പെൺകുട്ടികളും. സോ ഇവരെ ശരിക്കൊരു കടിഞ്ഞാനിട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹം മോശമായ ഒരു ലെവലിലോട്ട് മറിക്കും. നാളെ നമുക്കും ഇതാണ് സംഭവിക്കാൻ പോണതെന്ന് എല്ലാവരും ഓർക്കുക. മുൻകാലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാൽ വ്യഭിചാരം നടത്താൻ പോണ പലവരെയും കണ്ടെത്താൻ പറ്റുന്നത്. അർദ്ധരാത്രി സൂര്യൻ ഉദിക്കണം, പകൽ വന്ന് വലിയ രീതിയിൽ പ്രസംഗിക്കും. ദേ ആർ വെരി ഗുഡ് പീപ്പിൾ. ബട്ട് രാത്രി ഇവനൊക്കെ കാണിക്കുന്ന അട്ടഹാസങ്ങൾ കാണണമെങ്കിൽ അത് ഏതാണ്ട് രാത്രിയുടെ അന്ത്യയാമത്തിൽ ഒന്ന് സൂര്യൻ ഉദിക്കണം, അപ്പോൾ കാണാൻ പറ്റും. അങ്ങനെയുള്ള കുറേ അധികം കപടധാരികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഏത് വ്യക്തിയായിരുന്നാലും അവർ ഒരു സ്ഥാപനത്തിൽ ഏത് സ്ഥാനം അർഹിച്ചിരുന്നാലും അവരുടെ പേരൻസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ്സ് അവരുടെ ഫയലിലുണ്ടായിരിക്കണം. ഒരിക്കൽ മാത്രം പോരാ, അത് വർഷം അത് റിന്യൂ ചെയ്തിരിക്കണം. ഒപ്പം മറ്റു രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ നിബന്ധന 100% സ്ട്രിക്റ്റായിട്ട് പാലിച്ചിരിക്കണം. അതിന് അവരുടെ ഒരു അപ്ഡേറ്റ്സ് അവരുടെ സ്വന്തം രാജ്യത്തു നിന്ന് അവിടെ ലോക്കൽ അതോറിറ്റിയുമായി ടൈപ്പ് ചെയ്ത് അത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അവരുടെ ഇന്ത്യൻ എംബസി മിഷൻസിൽ അയച്ചു കൊടുത്ത് ഒരു നല്ലൊരു സോളിഡ് ട്രീറ്റ്മെൻറ്റ് സോളിഡ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു കഴിഞ്ഞാൽ
പാവം പിടിച്ച മാതാപിതാക്കൾ തെരുവിൽ കിടക്കേണ്ടി വരില്ല. ഗവൺമെൻറ്റിന് പരിമിതികളുണ്ട്. ഈ ഗവൺമെൻറ് കൊടുക്കുന്ന സൗകര്യം കണക്കിലെടുത്ത് മക്കൾ അതൊരു ചാൻസായി എടുക്കുന്നു. അതാണ് കൂടുതലും ഇവിടെ സംഭവിക്കുന്നത്. സോ ദയവ് ചെയ്ത് ഗവൺമെൻറ്റും ലോക്കൽ അതോറിറ്റീസും എല്ലാവരും ഇതിന് സ്ട്രിക്റ്റായിട്ട്, അതിന് ജാതിയോ മതമോ ആണോ പെണ്ണോ ഒന്നും നോക്കാത്ത രീതിയിൽ, അത് യാതൊരു പാർഷ്യാലിറ്റിയും കാണിക്കാതെ വയസ്സായ പേരൻസിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്, കുട്ടികൾ പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ അതിനുള്ള സ്ട്രിക്റ്റായിട്ടുള്ള സംവിധാനം രൂപപ്പെടുത്തിയിരിക്കുക. അത് ഈവൻ ലോക്കൽ പോലീസ് സ്റ്റേഷൻ്റെയും ലോക്കൽ അതോറിറ്റിയുടെയും ഒക്കെ, ഈവൻ പഞ്ചായത്ത് ലെവലിൽ വരെ അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കണം. അതിനൊരു പ്രത്യേക ഷാഡോ പോലീസ് പോലുള്ള ആരെങ്കിലും നിയമിച്ചിട്ട് ഇവരുടെ എല്ലാ വേറെ പൊസിഷൻ കളക്ട് ചെയ്യണമെങ്കിൽ മാത്രമേ ഈ പേരൻസിനൊരു ഒരു പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഖജനാവിൽ നിന്നും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ക്യാഷ്, നികുതി പണം എടുത്ത് ഗവൺമെൻറ് ഇവർക്കുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള പേരൻസിനെ ഫീഡ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ മറ്റു വികസന പ്രവർത്തനങ്ങൾ യാതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ കൂടെ സഹകരിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. ഒപ്പം പ്രധാനമായി ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ കേൾക്കുകയാണ് ഈ സ്ഥാപനം, പ്രത്യേകിച്ച് IT സ്ഥാപനങ്ങളിലൊക്കെ എന്തോ കള്ള് കൗണ്ടർ തുറക്കാൻ പോവുകയാണെന്ന്. നല്ല കാര്യം, അത്രയും സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ ഏറ്റവും കൂടുതൽ വൃത്തികേട് നടക്കുന്നത് IT ഫീൽഡിലുള്ള കുട്ടികളാണ്. അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി. അതൊക്കെ അടുത്തടുത്ത് ടേബിൾ ഇരുന്നാൽ പിന്നെ അവർ ലവായി, പിന്നെ അവർ ലിവിങ് ടുഗദർ, അവരങ്ങോട്ട് മാറും. പിന്നെ കള്ളുകട ഇവിടെ ഉണ്ടെങ്കിലൊരു ഗുണം, ഇവനൊക്കെ വീട്ടിൽ പോകണ്ട. ആ കിട്ടുന്ന 2 പെഗ്ഗും അടിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഈ IT പാർക്കിലൊക്കെ റിസപ്ഷൻ വരാണ്, മീറ്റിംഗ് റൂമോ ഒത്തിരിക്കാണ്. ഇവർ രാത്രി കാലങ്ങളിൽ കള്ളു അടിച്ച് അവിടെ കയറി എവിടെയെങ്കിലും കിടന്നാൽ നല്ല ടോയ്ലറ്റും കാണാം. അവൻ ആ കള്ളു അടിച്ചിട്ട് ലെവലില്ലാതെ കിടന്ന് നെക്സ്റ്റ് ദിവസം രാവിലെ അവനൊന്ന് ഫ്രഷായി ആ വർക്കിംഗ് ടേബിളിൽ വന്നിരുന്ന് അവൻ്റെ പണി തുടങ്ങാം. പിന്നെ അവന് വീട്ടിൽ പോകേണ്ട കാര്യമില്ല. അത് ആണായിരുന്നാലും പെണ്ണുങ്ങളായിരുന്നാലും ആ ഒരു സംവിധാനം ഇവർക്ക് തുടങ്ങാനുള്ള സൗകര്യം ഗവൺമെൻറ് ചെയ്തു കൊടുക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത്. സോ ഗവൺമെൻറ് ചിന്തിക്കേണ്ടത്, നിങ്ങളിത് ചെയ്യുമ്പോൾ ആരായിരുന്നാലും ശരി, അവൻ്റെ തന്തയും തള്ളയും നല്ല പൊസിഷനിലാണോ, അല്ലെങ്കിൽ ഇവന് പെഗ്ഗിന് അങ്ങാണ്ട് 100-200 രൂപ കൊടുത്തുള്ള വീര്യമുള്ള ഒരു പെഗ്ഗിന് കള്ളും വാങ്ങി അടിച്ചിട്ട് ഇവൻ അവിടെ തന്നെ ഇവിടെ ചുരുണ്ടുകൂടി കിടന്ന് അവിടെ തന്നെ ജീവിതകാലം കഴിച്ചാൽ വളരെ മോശം. ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് അവർക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്തത്. ഇതിനൊക്കെല്ലാം ഇനി വരുന്ന കാലത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഏതാണ്ട് 60% ലിവിങ് ടുഗദറാണ്. ഈ ലിവിങ് ടുഗദറിലുണ്ടാകുന്ന, അതിൽ ഏതെങ്കിലും കുട്ടികളുണ്ടാക്കുന്ന അതൊരു പാപം, എന്താ പറയുക, അവർക്ക് ഇവരിൽ കൂടി ജന്മം കിട്ടുന്ന കുട്ടികൾ ഇതിനേക്കാളും അസുരവിത്തുക്കളായി മാറത്തുള്ളൂ. കാരണം നല്ല രീതിയിൽ ജന്മം കൊടുക്കുന്നതല്ല, ഈ കള്ളടിച്ചിട്ട് മനുഷ്യനെയും സമൂഹത്തെയും പേരൻസിനെയും പറ്റിച്ച് ഇതാക്കി അവൻ്റെ ശാരീരിക ബന്ധത്തിന് വേണ്ടി ഏതെങ്കിലും രണ്ടുപേരും കൂടി എവിടെയെങ്കിലും കയറി കിടന്ന് ഒരു കൊച്ചിന് ജന്മം കൊടുത്ത് അവൻ്റെ ജീവിതം പാഴാണ്. അവളുടെയും ജീവിതം പാഴ്, അവൻ്റെയും ജന്മം പാഴ്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഗവൺമെൻറ് സെക്ടറിൽ നല്ല സ്ട്രിക്റ്റായ ഒരു നിയമം കൊണ്ടുവന്നേ പറ്റൂ. ഏത് അപ്പോയിൻമെൻറ്റിൽ പോയി എന്തായിരുന്നാലും അവരുടെ പേരൻസ് ഇവർ ടേക്ക് കെയർ ചെയ്തിരിക്കുകയാണോ. അതിലുപരി ചില പാവം പിടിച്ച പേരൻസിനെ അവർ ചവിട്ടി പുറത്താക്കി ഈ പിള്ളേരെ പേരൻസിനെ കബളിപ്പിച്ച് അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്ത് അങ്ങനെയും കുറച്ച് ബിരുദന്മാരുണ്ട്. സോ ഇവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് കൊടുക്കരുത്. ഈ ഗവൺമെൻറ് തലത്തിൽ നിന്ന് സ്ട്രിക്റ്റായ ഒരു റെഗുലേഷൻ വന്നു കഴിഞ്ഞാൽ 100% ഇങ്ങനെയുള്ള കാബാലികളെയും നമുക്ക് സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റാം. അത് കാരണം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഇന്ന് വിഷുവാണ്. ഈ വിഷുവിൽ എത്ര പേരൻസ് ആഹാരമില്ലാതെ സ്വന്തം മക്കളെ കാണാതെ എവിടെയോ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും കഴിയുന്നു. ആർക്കെങ്കിലും അറിയില്ല. അവർ കഷ്ടപ്പെട്ട് വളർത്തിയ ചിലപ്പോൾ ഇന്ന് വല്ല ഗോവയിലോ അല്ലെങ്കിൽ വല്ല എവിടെയെങ്കിലും ഉല്ലാസം, വല്ല ഊട്ടിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലോ ഗേൾ ഫ്രണ്ടുമായിട്ടോ ബോയ് ഫ്രണ്ടുമായിട്ട് കറങ്ങി നടക്കായിരിക്കും. പേരൻസ് പട്ടിണി കാണാതെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും ഒരു നോക്കു കാണാതെയും പലയിടത്തും കൊണ്ട് തള്ളിക്കളയുന്ന ഈ ഒരു പ്രവണത ഗവൺമെൻറ് വച്ച് പുലർത്തരുത്.
ദയവിച്ച് അതിനുള്ളൊരു സ്ട്രിക്റ്റായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കുക. എങ്കിൽ മാത്രമേ ഈ സമൂഹം സത്യസന്ധമായി മുമ്പോട്ട് പോകാൻ പറ്റൂ. സമൂഹത്തിന് സ്വസ്ഥത വേണമെങ്കിൽ ഈ ഒരു മാതാപിതാക്കളോട് കരുണ കാണിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് വലിയ അഴിമതികൾ ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ കാണാം, വെട്ടിക്കലും ഭീഷണിപ്പെടുത്തലും ഇതെല്ലാം നടക്കുകയാണ്. ഇത് പെൺകുട്ടികൾ ഒന്ന് പഠിച്ച് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾ അത് വശം കെട്ടു പോവുകയാണ്. കാരണം അത് ഏതെങ്കിലും പയ്യനായിട്ട് ഇത് ചെയ്ത് അവസാനം എവിടെയെങ്കിലും കൊണ്ട് എൻ്റെ ജീവിതം കളയുകയാണ്. ഇവനാണെങ്കിൽ ഒരു കല്യാണം കഴിച്ചവനായിരുന്നാലും ശരി, അവൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കല്യാണം കഴിച്ച പെണ്ണ് ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണുമായിട്ട് അവരങ്ങ് ജീവിക്കും. ഇങ്ങനെ വെറും അഴിമതിയുടെയും വ്യഭിചാരത്തിൻ്റെ ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടത്തിന് എപ്പോഴും വന്നാലും ആളുകൾ റെഡിയിൽ അവൈലബിൾ പെണ്ണുങ്ങളെ. അത് കാശ് കൊടുത്ത് അവർ എവിടെയും പോകാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന പെൺകുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഈ കള്ളിഷാപ്പ് ദയവ് ചെയ്ത് കള്ളിഷാപ്പ് എല്ലാം കൊടുത്ത് അവർക്ക് എല്ലാ സൗകര്യം ചെയ്തു. പക്ഷേ അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ കറക്റ്റായിട്ട് ചെയ്യുന്നോ ഇല്ലയെന്ന് നോക്കേണ്ടത് ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. ഒരിക്കലും പേരൻസിനെ ഈ വഴിയിൽ തെരുവിൽ തള്ളുക, പിന്നെ അവരെ വേറെ എവിടെയെങ്കിലും ഗവൺമെൻറ് അവരെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അവർക്ക് വേണ്ട സൗകര്യം ചെയ്തുക, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് മക്കളുടെ കടമയാണ്. കാരണം അവർ കഷ്ടപ്പെട്ട് വളർത്തിവിട്ട കുട്ടികളാണ്. ആ കുട്ടികൾ പേരൻസിനെ നോക്കാൻ കടമപ്പെട്ടവരാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ചെയ്യുന്നവർക്ക് മാത്രം ഗവൺമെൻറ് എന്തെങ്കിലും ആനുകൂല്യങ്ങളും കൊടുക്കാവൂ. ഇങ്ങനെ ഈ വിഷുവിൻ്റെ ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. കാരണം എനിക്ക് ആ മനോരമയുടെ വാർത്തകൾ വായിച്ചു വളരെ ദുഃഖം തോന്നി. പാവം സ്വന്തം മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവർക്ക് തോന്നിയാസ്ത്രം കാണിച്ച് ജീവിക്കുകയും മാതാപിതാക്കളെ പുറത്ത് കളഞ്ഞാൽ അത് ഗവൺമെൻറ് അവർ അണ്ടർടേക്ക് ചെയ്ത് ഗവൺമെൻറ് ഇതിൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ്റിനും പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ബട്ട് പ്ലീസ് ഭരണകൂടത്തിനോട് പറയുന്നു, ഈ മാതാപിതാക്കളെ തെരുവിലിറക്കി ഈ കാപാലികളെയും പെണ്ണായിരുന്ന ആണുങ്ങളെ എടുത്ത് ആദ്യം അവരെ തുറങ്കിലടിക്കുക, ജയിലിലടച്ചിട്ട് വേണ്ട എല്ലാം ഇത് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തതിന് ശേഷം ഇവർ റിലീസ് ചെയ്യുക, അവർക്ക് ജോലി ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ മന്ത്രിസഭയ്ക്ക് കിട്ടുന്നത് ഏറ്റവും വലിയൊരു അംഗീകാരമായിരിക്കും. നിങ്ങൾ ഈ ഘോരം പ്രശ്നം അല്ല. അപ്പോൾ ഈ ചാനലുകാരും മറ്റുള്ളവരും ഇതിനു വേണ്ടി ഒന്ന് മുമ്പോട്ട് ഇറങ്ങി വരണം. അതില്ലെങ്കിൽ ഡെയിലി ഇന്ന് അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യും, മറ്റന്നാൾ ഈ വാക്കുകൾ കുറേ അലവലാതി പടങ്ങളും മാത്രം കാണുമ്പോൾ ആൾക്കാർ മടുത്തിരിക്കുകയാണ്. സോ ചാനൽക്കാരോട് നിങ്ങളോട് പറയാനുള്ള ഒന്ന് മാത്രം, ഇങ്ങനെയുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കുക. പാവം പിടിച്ച് ഈ റോഡിൽ കിടക്കുന്ന പേരൻസിന് നല്ലൊരു വഴി കിട്ടാൻ വേണ്ടി നിങ്ങളും ഗവൺമെൻറ്റിനോട് കാര്യങ്ങൾ പറയുക. ഇതിപ്പോൾ എന്നെപ്പോലെ ഒരാൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇതൊന്നും ആകുന്നില്ല. എല്ലാവരും ഇതിനൊരു ക്യാമ്പയിനായിട്ട് ഡെവലപ്പ് എടുത്ത് നമ്മുടെ ഈ നാടിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും. ഇല്ലെങ്കിൽ നമുക്കിനി ഫ്യൂച്ചറിൽ വരാൻ പോണത് ഇവിടെ മൊത്തം ലിവിങ് ടുഗദർ ആയിരിക്കും. ഇവിടെ കല്യാണം കാണത്തിൽ ആർക്കും ഒന്നും ചെയ്യേണ്ടി വരില്ല. സ്വന്തം ഇഷ്ടത്തിന് എന്ത് കോമാളിത്തരവും കാണിക്കാൻ സാധിക്കും. ഓക്കെ, കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വിഷു ആശംസിക്കുന്നു. അടുത്ത വിഷുവിലെങ്കിലും അനാഥരായ കുറച്ചെങ്കിലും ആൾക്കാരെ രക്ഷപ്പെടട്ടെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ കൂടി നമ്മുടെയൊക്കെ പ്രവർത്തനം കൂടി. കാണാം വീണ്ടും. ഹാവ് എ നൈസ് ഡേ.